സൺഡേ കുക്കിംഗ് വ്ളോഗാണ്. അപ്പം നമുക്ക് ഇന്ന് ബട്ടർ ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കുറേ ആയി ഇപ്പോൾ കുക്ക് ചെയ്തിട്ട്. അപ്പം ഇന്ന് ഞാൻ കരുതി ബട്ടർ ചിക്കൻ ഉണ്ടാക്കാമെന്ന്. അമ്മ ഓൾറെഡി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ബട്ടർ ചിക്കൻ്റെ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മൾ 3 ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ടൊമാറ്റോസ്, അതായത് ഒരു 3 എണ്ണം, പിന്നെ ഗ്രീൻ ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കാശ്മീരി ചില്ലിയും കൂടെ നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ബട്ടറിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ അല്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കുക്ക് ചെയ്യുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ട് അതേ പാനിൽ തന്നെ നമ്മൾ ഉള്ളിയും കൂടെ സോട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഉള്ളി പച്ചമുളകും ഇട്ട് ഒരു 5 മിനിറ്റ്സ് സോട്ട് ചെയ്തെടുക്കുക. അത് ഒരുപാട് ഡീപ്പ് ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് നോർമൽ ബ്രൗൺ കളറായാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കും. ആക്ച്വലി കാഷ്യൂ ആണ് ബട്ടർ ചിക്കൻ്റെ ഏറ്റവും ടേസ്റ്റ് തരുന്ന സംഭവം എന്ന് പറയുന്നത്. കാഷ്യൂസ് നമ്മളൊരു 25 കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെയും ഒണിയൻ്റെയും ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊരു കുറച്ച് നേരം സോട്ട് ചെയ്ത്, പിന്നെ കുറച്ചും കൂടെ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഗരം മസാലയും, നമ്മൾ മസാലാസായിട്ട് ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും നമ്മൾ മസാലയായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ പെപ്പർ ഇടാം, പക്ഷെ കമ്പൽസറി അല്ല. ഓക്കെ, അത് അപ്പം നമ്മളൊന്ന് സോർട്ടഡ് ആവാൻ വെക്കുന്ന ടൈമിൽ നമ്മളൊരു 2 ഗ്ലാസ് വെള്ളം, ബോയിൽ ചെയ്ത വെള്ളം ഈ മസാലയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ്സ് നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് കൂൾ ഡൗൺ ആക്കിയിട്ട് നമ്മളൊന്ന് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ആ പേസ്റ്റ് നമ്മൾ ആ സെയിം കടായി പാനിലേക്ക് തന്നെ ഇട്ട് അതിലേക്ക് ചിക്കനും കൂടെ ഇട്ട് ഒന്ന് ബോയിലാക്കിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് കസൂരി മേത്തി, അതായത് ഉലുവേര പൊടി, ഉലുവ പൊടി ആൻഡ് പിന്നെ ഉലുവ പൊടിയല്ല, ഇലയുടെ പൊടിയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ആക്ച്വലി ഈ സ്റ്റേജിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ബട്ടറും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. ബട്ടറും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 ടീസ്പൂണോളം അല്ലെങ്കിൽ ടേബിൾ സ്പൂണോളം നമ്മൾ ആവശ്യമനുസരിച്ച് പുളിയും എരിവും ഒക്കെ നോക്കിയിട്ട് നമ്മളതിൽ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് സെറ്റാണ്. നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്.